ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടായിരിക്കും ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം രണ്ടാമത് അതിന്റെ ഇൻട്രോ ഷൂട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. സോ കുട്ടികളെ അടുത്തിരുത്തിക്കൊണ്ട് ഈ ഒരു വീഡിയോ കാണരുത്. അതേപോലെ തന്നെ ഹെഡ്സെറ്റ് വെക്കാതെ ഈ ഒരു വീഡിയോ കാണുവാൻ ശ്രമിക്കുകയേ ചെയ്യരുത്. ആരും എന്നെ ടാഗ് ചെയ്യണ്ട, ആരും എന്നെ മെൻഷൻ ചെയ്യണ്ട. നിങ്ങളെപ്പോലെ ഞാനും അത് കണ്ടു. ഒരിക്കലും ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ എല്ലാവരും പറഞ്ഞു ജാസി എന്തായാലും വീഡിയോ ചെയ്യണം. അപ്പൊ എനിക്കും തോന്നി ചെയ്യാം, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാമെന്ന് തോന്നി. അത് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ ഹെല്ലോ സ്പാട്ട എന്നറിയപ്പെടുന്ന ധന്യയെ കാസർഗോഡ് കുമ്പളയിൽ വെച്ച് മദ്യപിച്ച് വാഹനം ഓടിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തത്. സോ ആ ഒരു വാർത്ത അതീവ പ്രാധാന്യത്തോടുകൂടി തന്നെ നമ്മുടെ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷം ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയുമായിട്ട് ധന്യ അവരുടെ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. താൻ മദ്യപിച്ചിരുന്നുവെന്നും അതിന് മാപ്പ് ചോദിക്കുന്നുവെന്നും അതേപോലെ തന്നെ ഇനി അത് ആവർത്തിക്കില്ല എന്നൊക്കെ ധന്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേവലം അതൊരു പെറ്റി കേസ് മാത്രമാണ്, കോടതിയിൽ ചെന്ന് പണം അടച്ചു കഴിഞ്ഞാൽ തനിക്ക് ഈ കേസിൽ നിന്ന് മോചിതയാവാം എന്നൊക്കെ ധന്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ധന്യയോട് ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ദയവ് ചെയ്ത് മദ്യപിച്ച് വാഹനം ഓടിക്കരുത്. ശരിയാണ്, നിങ്ങൾ 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള ഒരു ഇന്ത്യൻ പൗരയാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ നിയമങ്ങൾ അത് അനുശാസിക്കേണ്ട നിങ്ങളും ബാധ്യസ്ഥയാണ്. മറ്റൊന്നുമല്ല, നിങ്ങൾ ഒരു ഇൻഫ്ലുവൻസർ കൂടിയാണ്. നിങ്ങളെപ്പോലുള്ള ആളുകളെ മാതൃകയാക്കിക്കൊണ്ട് ധാരാളം ആളുകൾ കണ്ടന്റ് ക്രിയേഷനും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സജീവമായി വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇത്തരത്തിൽ അപക്വമായിട്ട് പെരുമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റു കുട്ടികളെ കൂടി അത് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തിയെയും ആയിരങ്ങളെ കൊല്ലുവാൻ വേണ്ടിയിട്ട് സ്വയം പൊട്ടിത്തെറിക്കാൻ റെഡിയായി നിൽക്കുന്ന ചാവേറിനെ ഒരേ കാറ്റഗറിയിൽ പെടുത്താമെന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോലും ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത്. കാരണം അത്രത്തോളം ഗൗരവപരമാണ് മദ്യപിച്ച് വാഹനം ഓടിക്കുക എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഒരു നേരത്തെ അശ്രദ്ധ കൊണ്ട് തന്നെ ഒരു കുടുംബത്തിന്റെ അത്താണിയായിട്ടുള്ള ആരെങ്കിലുമൊക്കെ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ സ്വന്തം ജീവൻ അപകടപ്പെടാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് അത്തരത്തിലുള്ള യാതൊരു സമീപനവും ഇനി ഉണ്ടാവാതിരിക്കാണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ ഈ ഒരു വിഷയത്തിൽ പ്രതികരണവുമായിട്ട് നമ്മുടെ ജാസി വന്നിട്ടുണ്ട്. എന്റെ പൊന്നു ജാസി, നിന്നെ വെച്ചുകൊണ്ട് രാം ഗോപാൽ വർമ്മ സിനിമ നിർമ്മിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞ് കേട്ടായിരുന്നു. നീ ആ വഴിക്കെങ്ങാനും പോയാൽ പോരായിരുന്നു. വെറുതെ എന്തിനാ ഈ ധന്യയുടെ പുറകെ പോയിട്ട് ബാക്കി തെറിയും കൂടി നീ വാങ്ങിച്ചു കൂടുന്നത്? എന്തായാലും നമ്മുടെ ജാസിയുടെ ഗീതോപദേശം നമുക്കൊന്ന് കണ്ടു നോക്കാം. ആരും എന്നെ ടാഗ് ചെയ്യണ്ട, ആരും എന്നെ മെൻഷൻ ചെയ്യണ്ട. നിങ്ങളെപ്പോലെ ഞാനും അത് കണ്ടു. ഒരിക്കലും ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ എല്ലാവരും പറഞ്ഞു ജാസി എന്തായാലും വീഡിയോ ചെയ്യണം. അപ്പോൾ എനിക്കും തോന്നി ചെയ്യാം, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും കേട്ടതുപോലെ ഞാനും കേട്ടു. ഹെല്ലോ സ്പാട്ട എന്ന് പറഞ്ഞ ധന്യ മദ്യപിച്ച് കാർ ഓടിച്ചതിൻ്റെ പേരിൽ ഫൈൻ കിട്ടിയെന്നും അതിന് എന്തൊക്കെയാണ് അതിൻ്റെ സത്യാവസ്ഥ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ധന്യയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഹെല്ലോ സ്പാട്ടയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെന്നുണ്ടെങ്കിൽ എന്നെ വലിച്ച് ചീന്തി എൻ്റെ തള്ളക്കും തന്തക്കും വിളിച്ച് പൊങ്കാലിട്ടായിരുന്നു ഈ പറഞ്ഞ കുട്ടി അല്ലേ. പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. കാരണം എൻ്റെ വീട്ടിലും എൻ്റെ കുടുംബത്തും എൻ്റെ അച്ഛനും അമ്മയും ഒന്നും എന്നെ അങ്ങനെയല്ല പഠിപ്പിച്ചിട്ടുള്ളത്. തെറി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ തെറി ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ധന്യ, ഇത് നിനക്കാണ്. ഒരുപാട് നീ എൻ്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വിളിക്കുന്ന ദൈവത്തിന് അല്ലെങ്കിൽ എൻ്റെ പടച്ചോന് ശക്തിയുണ്ട്. അതാണ് ഇപ്പോൾ ഇങ്ങനെ കാണിച്ചത്. കർമ്മ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് മോളെ. ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് വേണമെങ്കിൽ നീ പറഞ്ഞതുപോലെ ഒരുപാട് ഹട്ടഹിച്ചിട്ടും പരിഹസിച്ചിട്ടും ഒക്കെ വീഡിയോ ചെയ്യാം. പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു റീച്ചോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക എൻ്റെ ഫോളോവേഴ്സ് കൂട്ടാനോ എനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല കോമഡി വീഡിയോസും നല്ല വീഡിയോസും ചെയ്താൽ ആൾക്കാർ ഏറ്റെടുക്കും. പിന്നെ നീ പറഞ്ഞു ആഷിൻ്റെയും എൻ്റെയും ബന്ധം. സ്വന്തം വീട്ടിൽ നിന്ന് അച്ഛനെയും അമ്മനെയും ഉപേക്ഷിച്ച് ഒരു ആളുടെ കൂടെ ഇറങ്ങിപ്പോയ നീ എന്ത് അധികാരത്തിലാണ് അത് പറഞ്ഞത്? പിന്നെ വേറൊരു സോ ഗൈസ്, ഇതിന്റെ ഭാഗ്യം കൂടി ഉണ്ട്. അതിന് മുൻപ് ഇവന് ഇത്രയും പറഞ്ഞത് കുറച്ച് കാര്യങ്ങളുള്ള മറുപടി നൽകണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇടയ്ക്കൊന്ന് നിർത്തിയത്. ഇതിനകത്ത് ഇവൻ പറയുന്നുണ്ട്, ധന്യ ഇഷ്ടപ്പെട്ട ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയ ധന്യക്ക് ഇവനെ വിമർശിക്കേണ്ട അധികാരമില്ലെന്ന്. എടാ നാറി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നിന്റെ നല്ല പ്രായത്തിൽ നീ നല്ല മനുഷ്യപോലത്ത് നടന്ന സമയത്ത് ഒരു പെൺകുട്ടീനെ വിവാഹം കഴിച്ചു. എന്നിട്ട് ആ പെൺകുട്ടീനെ ഉപേക്ഷിച്ചിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ട വേറൊരുത്തന്റെ കൂട്ടത്തിൽ കോല് കളിക്കാൻ ഇറങ്ങിപ്പോയ നിന്നെക്കാരും അന്തസ്സുണ്ട് ആ പെൺകുട്ടിക്ക്. ആ പെൺകുട്ടി പ്രേമിച്ച ആളെ തന്നെയാണ് വിവാഹം കഴിച്ചത്. നീയോ ഒരു പെൺകൊച്ചിനെ കല്യാണം കഴിച്ച് അതിന്റെ ജീവിതവും നശിപ്പിച്ചിട്ട് വേറെ തന്നെ മെക്കിട്ട് കയറി പോയിട്ട് ഇപ്പൊ ആണുമല്ല പെണ്ണും അല്ലാത്ത രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നീ. നിനക്ക് എന്ത് യോഗ്യതയാണ് ആ ഒരു പെൺകൊച്ചിനെ കുറിച്ച് പറയാണ്ട്? പിന്നെ ധന്യ നിന്നെ കണ്ണ് പൊട്ടുന്ന ചീത്ത വിളിച്ചു. ആ ചീത്ത എന്തിനായിരുന്നു മാറി? അത് ഞാൻ നിന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാം.
നിൽക്കെ ഞാനിപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് പ്ലേ ചെയ്യാം. ധന്യയുടെ വീഡിയോ ആണ്. ഇതിന്റെ പേര് എനിക്ക് സ്ട്രൈക്ക് കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ഈ നായി അങ്ങനെ പറയാല്ല, ഈ നായി അങ്ങനെ മതി. അത് ഞാൻ കാണിച്ചു കൊടുത്തു. അത് ആൺകുട്ടിയല്ല കേട്ടോ, ഒരു പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു. ഒരു മില്ലിന് അടിച്ച പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. ആളെ പേര് എനിക്ക് പറയണ്ടല്ലേ, കാണിച്ചു കൊടുത്തു. എന്നിട്ടൊരു വിശ്വാസം ഇല്ലാണ്ട് പോയിട്ട് വീട് ചെയ്ത് ഞാൻ എന്താ പറയാന്ന് ഞാൻ ആലോചിക്കുന്നത്. അത് ജാസി ആശി, നീ അപ്പുറത്ത് ഒഴിവാക്കി വിട്. നീ ആരുടെ ഒഴിവാക്കി വിടാൻ? നായിന്റെ മക്കളെ ആ കാണിച്ചു എന്ന് പറയുന്ന ആ 1 മില്യൺ അത് എന്നെയാണ് ഉദ്ദേശിച്ചത്. ഈ നായി പരമാറി പരപ്പു ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തു. ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, വീഡിയോ ഓണാക്കും മോളെ. ഈ പരപ്പൂറനോട് ഞാൻ പറഞ്ഞതാണ്, എന്ത്, ഞാൻ പുറത്താണുള്ളത്, വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല. ഈ തന്തയില്ലാത്തവൻ എന്താ ചോദിച്ചാൽ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ഊരിലങ്ങ് ഊരി. അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു. കാരണം ഞാൻ കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത്. ഞാൻ വേഗം ഫോൺ താഴ്ത്തി പിടിച്ചു. ഞാൻ പറയട്ടെ, നിങ്ങളൊരു സ്ത്രീ ആവാൻ മെനക്കിടുന്ന ഒരാളാണെന്ന് നിങ്ങൾ പറഞ്ഞു. സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത്. ഞാനൊരു സ്ത്രീ തന്നെ ആവട്ടെ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ വീട്ടിൽ ഒറ്റ ഒരു റൂമിൽ ഇരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പാടില്ല. വൃത്തികെട്ട നികൃഷ്ടജീവി. ഇവരത് പിന്നെ ഈ പറയുന്ന പോലെ വീഡിയോ കോൾ ഓണാക്ക് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സാധനം ഞാൻ വേഗം ഫോൺ ഇങ്ങനെ മറച്ചു പിടിച്ചു. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല ഉള്ളത്. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ മറച്ചു പിടിച്ചേനെ. എനിക്ക് ഈ സിലിക്കോൺ കുത്തിപ്പിടിച്ചത് കാണേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പൊ എടാ ജാസി, നിന്റെ തന്ത എന്നുള്ള നിന്നെ പഠിപ്പിച്ചത് ഇച്ചിരി ഇല്ലാത്ത ഒരു പെങ്കൊച്ചിന്റെ മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്താൻ വേണ്ടിയിട്ടാണല്ലോ? ആണോടാ? ഇച്ചിരി ഇല്ലാത്ത ഒരു പെങ്കൊച്ചിനെ വിളിച്ചിട്ട് അതിന്റെ മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്താൻ വേണ്ടിയിട്ടാണോ നാറി നിന്റെ തന്തയും തള്ളയും നിന്നെ പഠിപ്പിച്ചത്? നീ വലിയ ഗീതോപദേശം നടത്താണ്ട് ഇറങ്ങുന്നതിന് മുൻപ് നീ ഇമാതിരി തരവഴികൾ കാണിച്ചു വെച്ചിട്ടുണ്ടെന്ന് നീ ഓർക്കണം. അത് ഓർത്ത് വെച്ചിട്ട് വേണം നീ കടന്ന് കൊണയടിക്കാണ്ട്. ഇതിനകത്ത് ഞാൻ ഹെലനെ സപ്പോർട്ട് ചെയ്യില്ല. ഹെലൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ്. പക്ഷേ അവിടെ വന്നിച്ച് ഹെലനെ കുറ്റപ്പെടുത്തി സംസാരിക്കാണ്ട് നിനക്ക് യാതൊരു യോഗ്യതയില്ലാതെ നാറി. കാരണം നീ കാണിച്ചു കൂട്ടിയത് അതിലും വലിയ പിറപ്പുകേടുകളൊക്കെ തന്നെയാണ്. വേറെ കുറെ കഥകളൊക്കെ ഞാനും അറിഞ്ഞു വരുന്നുണ്ട്. എന്തിനാണ് നിന്റെ കൂടെ ഉള്ള ആശയുടെ ഉമ്മ കടന്ന് കരഞ്ഞത്? എന്റെ മോനെ വിട്ടു കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട്. ആ ഉമ്മയുടെ കണ്ണുനീര് അതൊന്നും മാത്രം മതിയടാ നീയൊക്കെ ഗുണം പിടിക്കാതെ പോവാണ്ട്. മനസ്സിലായോ? അവൻ വന്നിരിക്കുന്നു. കാര്യം പറയട്ടെ, ഇപ്പൊ നിങ്ങൾ പേച്ചപ്പായൊന്നും എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് നിന്റെ ഭർത്താവ് ഒരിക്കലും നിന്റെ ഫാമിലിയെ കൂടെ ഒരു വീഡിയോ എടുത്തത്? ഓക്കെ, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. അതുപോലെ എല്ലാവർക്കും ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ട് തന്നെയാ. അതിലേക്ക് ചൂഴ്ന്നിറങ്ങാനോ അല്ലെങ്കിൽ അത് കുത്തി മണപ്പിക്കാനോ ആരും വരരുത്. ഇപ്പോ എനിക്ക് സത്യം പറഞ്ഞാല് ഇതിൽ എൻ്റെ ഒരു ശത്രു ആണെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിക്കില്ല. എൻ്റെ ശത്രുവിനൊരു ഇത് വന്നു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. മനുഷ്യനായിട്ട് ഞാൻ കാണുന്നുള്ളൂ. എന്തായാലും അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ധന്യ തന്നെ പറയട്ടെ. പഠിച്ചോന് എന്താ പറയുക, എനിക്കൊന്നും കൂടുതലൊന്നും പറയാനില്ല. സത്യമാണ് വിജയിക്കുകയുള്ളൂ, അധർമ്മം വിജയിക്കില്ല. സത്യമേവ ജയതേ, അത്രേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും പറഞ്ഞൊരു പൊന്നിസഖിയൊക്കെ കളിക്കണമെന്ന്. എന്തിന്? അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ആരുടെ ഭാഗത്താണോ തെറ്റ് അല്ലെങ്കിൽ ആരാണോ തെറ്റ് ചെയ്തത് അത് ദൈവം കൊണ്ടുവരിക തന്നെ ചെയ്യും. അപ്പോൾ ധന്യക്ക് ഇതൊരു പാഠമാവട്ടെ, ഇതിൽ നിന്ന് പഠിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ജാസിയുടെ ഗീതോപദേശം. ജാസി, നീ ചോദിച്ചല്ലോ ഹെൽനോസ്പാട്ട അവരുടെ ഹസ്ബൻഡുമായിട്ട് ഹെൽനോസ്പാട്ടയുടെ ഫാമിലിയുടെ കൂടെ ഒരു വീഡിയോ എടുക്കുമെന്നു. എടാ, നിനക്ക് പറ്റുമെങ്കിൽ ആശയുടെ ഉമ്മയുടെ കൂടെ നിന്നുകൊണ്ട് നീ ഒരു വീഡിയോ എടുക്കുക. പറ്റുമോ? എടാ, നീ കടന്ന് കൊണ അടിക്കുമ്പോൾ കുറെ കാര്യങ്ങളൊക്കെ നീയും കൂടി ശ്രദ്ധിക്കണം. എനിക്ക് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളോട് ആരോടും തന്നെ ഒരു വിരോധമില്ല. പക്ഷെ നീ എന്ന് പറയുന്ന പരട്ടയോട് എനിക്ക് കണ്ണെടുത്ത് കാണാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് നീ. കാരണം മറ്റൊന്നുമല്ല, നീ കാണിച്ചു കൂട്ടിയ ഫ്രോഡ് പരിപാടികളെല്ലാം അത്രത്തോളം വലുതാണ്. അതെല്ലാം കണ്ടറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയ വഴി. അതുകൂടാതെ പലരും എന്നോട് പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞു, ഇൻക്ലൂഡിങ് നിന്റെയൊക്കെ ദുബായിൽ കാണിച്ചു കൂട്ടിയ പല പിറപ്പുകളിനെ കുറിച്ച്. അതിൻ്റെയൊക്കെ എവിഡൻസ് ഒന്ന് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കൂടി പറയാം. എടാ, എന്തിനാടാ നിന്റെ കൂടെയുള്ള ആഷി എന്ന് പറയുന്ന ആ കോവർ കഴുതയുടെ ഉമ്മ വന്നിരുന്ന് കരഞ്ഞത്? എന്റെ മോനെ വിട്ടു കിട്ടണം, ഈ ജാസി എന്ന് പറയുന്നവൻ എന്റെ മോനെ ട്രാപ്പ് ചെയ്തതാന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉമ്മ വന്ന് കണ്ണീര് പൊഴിക്കേണ്ട ഒരു അവസ്ഥ വന്നത് എന്തുകൊണ്ട്? നീ എന്ന് പറയുന്ന ഒരു പന്നം കാരണം. ആ നീയാണോടാ ആ പെങ്കൊച്ചിനെ വിമർശിക്കാണ്ട് വരുന്നത്? എടാ, നിന്നെ ആ പെങ്കൊച്ച് തെറി വിളിക്കാൻ തുടങ്ങിയത് അവിടെ നിന്നോട്ടാ. നീ ആ പെങ്കൊച്ചിനെ വീഡിയോ കോൾ വിളിച്ച് തരവഴി കാണിച്ചതിന്റെ തൊട്ട് പിന്നാലെയാണ് ആ പെങ്കൊച്ചിനെ തെറി പിടിക്കാൻ തുടങ്ങിയത്. ഞാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ വീഡിയോസ് മിക്കവാറും കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്.
അതുകൊണ്ട് തന്നെയാ നീ ഈ തോന്നിവാസം ഇപ്പൊ വന്നിച്ച് വലിയ സെന്റിമെന്റൽ ആയിട്ട് കളിച്ച് വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യാൻ കാരണം. മനസ്സിലായോ? അവൻ വന്നിരിക്കുന്നു. അപ്പൊ ശരിയെന്നാ.